ഇന്നത്തെ ഈ വീഡിയോയിലൂടെ 10ാം ക്ലാസ്സിന്റെ ഒന്നാമത്തെ ചാപ്റ്ററായ അരിത്മെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണിയിലെ 18ാം പേജിലെ 4 കണക്കുകളാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ തന്നിരിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിലെ ഒന്നാമത്തെ ചോദ്യം. ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ. വാട്ട് ഈസ് ദ 25th ടേം? 25ാമത്തെ പദം കണ്ടുപിടിക്കണം. ഈ സീക്വൻസിൽ 1, 11, 21 എന്ന് പറയുന്ന ഈ സീക്വൻസിലെ 25ാമത്തെ ടേം കണ്ടുപിടിക്കണം. അപ്പൊ ഈ കൊടുത്തിരിക്കുന്ന ഈ സീക്വൻസിലെ കോമൺ ഡിഫറൻസ് എത്രയാണ്? നിങ്ങൾക്കറിയാം 1, 11 ആകുന്നു എന്ന് പറയുമ്പോൾ എത്രയാണ് അവിടുത്തെ കോമൺ ഡിഫറൻസ്? 10 അല്ലേ. 1 10 കൂട്ടുമ്പോൾ 11, 10 കൂട്ടുമ്പോൾ 21. അപ്പോൾ കോമൺ ഡിഫറൻസ് 10. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്രയാണ്? 25ാമത്തെ ടേം. നോക്കണം, നമ്മൾ കണ്ടുപിടിക്കേണ്ടത് 25th ടേം ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. വളരെ സിമ്പിൾ ആണ്, ശ്രദ്ധിക്കുക. ഈ സീക്വൻസിലെ അവസാനത്തെ സംഖ്യ സെലക്ട് ചെയ്യാം. നോക്കുക, അവസാനത്തെ സംഖ്യ 21. ആ 21നോട് എന്ത് ചെയ്യണം? കൂട്ടണ്ടേ? അതാണ്ട് ഇവിടുന്ന് 10 കൂട്ടിയപ്പോഴാണ് 21 പിന്നെയും 21നോട് 10 കൂട്ടി ഇങ്ങനെ മുന്നോട്ട് പോണ്ടേ എന്ന് പറയുമ്പോൾ ഈ 21 എന്ന് പറയുന്നത് തേർഡ് ടേം ആണ്. ഈ തേർഡ് ടേമിൽ നമുക്ക് എത്തേണ്ടത് എവിടെയാണ്? 25th ടേമിലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, 25ന് 3 കുറയ്ക്കണം എന്ന് പറയുമ്പോൾ 22 തവണ എന്ത് ചെയ്യണം? 22 തവണ കോമൺ ഡിഫറൻസ് ആയ 10 ഗുണിക്കണം കേട്ടോ. ഈ ഒരൊറ്റ സ്റ്റെപ്പ് മനസ്സിലായി. അപ്പോൾ അവസാനത്തെ സംഖ്യ 21 എടുത്ത് ഇവിടെ എഴുതണം. 22 തവണ കോമൺ ഡിഫറൻസ് ഗുണിക്കണം എന്ന് പറയുമ്പോൾ അത് എവിടുന്നാ കിട്ടിയേ? 3ാം പദമാണ് 21. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 25. അപ്പോൾ 25 3 കുറച്ച് എന്ത് കിട്ടും? 22. അപ്പോൾ 22 × 10. അപ്പോൾ നമുക്ക് ഉത്തരം എഴുതാം 21 പ്ലസ് 22 10 കൂടെ ഗുണിച്ച് എന്ത് കിട്ടും? 220. ഇതിനോട് കൂട്ടി എത്ര കിട്ടും? 241. അപ്പോൾ 25ാമത്തെ പദം ഏതാ? 241. മക്കളെ തന്നിരിക്കുന്നതാണ് രണ്ടാമത്തെ ചോദ്യം. എന്താണ്? 10th ടേം എന്ന് പറയുന്നത് 46 ആണ്. 11th ടേം 56 ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഈ ശ്രേണിയിലെ ഒന്നാമത്തെ പദമില്ല, രണ്ടാമത്തെ ഇല്ല, 3 ഇല്ല, 4 ഇല്ല, 5 ഇല്ല, 6 ഇല്ല, 7 ഇല്ല, 8 ഇല്ല, 9 ഇല്ല, 10. 10ാമത്തെ എത്രയാ? 46. 11ാമത്തെ എത്രയാ? 51. കണ്ടോ, ഇങ്ങനെയാണ് നമ്മുടെ ശ്രേണി എന്ന് പറയുന്നത്. ഈ ശ്രേണിയിൽ എന്തോ കണ്ടുപിടിക്കേണ്ടത്? ഫസ്റ്റ് ടേം അല്ലെങ്കിൽ ഇവിടെ വരുന്ന സംഖ്യയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. പക്ഷെ നിങ്ങൾക്കറിയാം ഈ 46, 51 വരുന്നുണ്ട് കോമൺ ഡിഫറൻസ്. ഞാൻ ഷോർട്ടാക്കി എഴുതിയാണ്. കോമൺ ഡിഫറൻസ് തന്നെ നിങ്ങൾ എഴുതണം. കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതു വ്യത്യാസം എത്ര? നിങ്ങൾ പറ, പൊതു വ്യത്യാസം എത്ര? ഈ 46ൽ നിന്ന് എത്ര കൂട്ടുമ്പോഴേ 51 ആവുന്നത്? 5 കൂട്ടുമ്പോൾ. അപ്പോൾ ഇവിടെ കൂട്ടി പോകുന്ന കോമൺ ഡിഫറൻസ് എത്ര? നിങ്ങൾക്ക് മനസ്സിലായി, 5 ആണ് കൂട്ടി പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കുക? ഈ ഫസ്റ്റ് ടേം ആണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. നമുക്ക് ഫസ്റ്റ് ടേം. മക്കളെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഫസ്റ്റ് ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, നമുക്ക് ഈ 46 ആണ് ഇവിടെ ഉണ്ടായിരുന്നത് എന്നൊക്കെ അറിയാം. 46ൽ നമുക്ക് എവിടെ എത്തണം? ഒന്നാമത്തെ ടേം. അപ്പൊ 46ൽ നിന്ന് എന്ത് ചെയ്യണം? കുറയ്ക്കണം. അല്ലെ, ഇങ്ങോട്ട് പോകണമെങ്കിൽ കുറയ്ക്കണം. പൊതു വ്യത്യാസം എത്ര? ഈ 46 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എത്രാമത്തെ ടേം? 10ാമത്തെ ടേം. 10ാമത്തെ ടേമിൽ നിന്ന് നമുക്ക് എവിടെ എത്തണം? ഫസ്റ്റ് ടേമിൽ എത്തണം. 10ഉം ഒന്നുകൂടെ കുറച്ച് എത്ര? 9. അപ്പോൾ 9 ഇൻറ്റു കോമൺ ഡിഫറൻസ് എത്രയാ? 5. 9 × 5 എന്ന് ചെയ്യാനായിട്ട് പഠിക്കുക. അപ്പോൾ എന്ത് കിട്ടും? 46 മൈനസ് 45. അപ്പോൾ ഒന്നാമത്തെ ടേം എന്ത് കിട്ടും മക്കളെ? 1 എന്നാണ് ഒന്നാമത്തെ ടേം. അപ്പോൾ ഈ ശ്രേണിയിൽ ഈ ആദ്യത്തെ പദം എത്ര? 1. അപ്പോൾ നമ്മൾ ഈ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടുപിടിച്ച് ഫസ്റ്റ് ടേം എത്രയാണ്? 1 ആണ്. ഇനി ചോദ്യം നോക്ക്. റൈറ്റ് ദ ഫസ്റ്റ് 5 ടേംസ് ഓഫ് ദ സീക്വൻസ്. സീക്വൻസിലെ 5 ടേംസ് എഴുതാനാണ് പറഞ്ഞത്. ഈ ക്വസ്റ്റ്യനിലെ കോമൺ ഡിഫറൻസ് എത്രയായിരുന്നു? 5 ആയിരുന്നു അല്ലേ. പൊതു വ്യത്യാസം എത്ര? 5. നമുക്കറിയാം. എന്തുകൊണ്ടാണ്? 46ൽ നിന്ന് എത്ര കൂട്ടുമ്പോൾ? 5 കൂട്ടുമ്പോഴേ 51 ആവുന്നത്. അപ്പോൾ 1നോട് 5 കൂട്ടുമ്പോൾ എത്ര കിട്ടും? 6. 6നോട് 5 കൂട്ടുമ്പോൾ എന്ത് കിട്ടും? 11. അപ്പോൾ ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഫസ്റ്റ് 5 ടേംസ്. അപ്പോൾ 11നോട് 5 കൂട്ടും 16. 16നോട് 5 കൂട്ടും 21. അപ്പോൾ ഇതാണ് ബി ചോദ്യം എന്ന് പറഞ്ഞത്. അപ്പോൾ ബി ക്വസ്റ്റ്യൻ എന്താ? 1, 6, 11, 16, 21. അത്രയും മതി. അപ്പോൾ ഈ സീക്വൻസിലെ ബാക്കി ടേം ഒന്നുമില്ല, അതുകൊണ്ട് ഡോട്ട് ഇട്ട് വയ്ക്കുക. അപ്പോൾ ബി ചോദ്യം 1, 6, 11, 16, 21 ആണ് ഈ ബി ചോദ്യത്തിന്റെ ഉത്തരം. ആദ്യത്തെ 5 പദങ്ങൾ എഴുതാനായിരുന്നു. അപ്പോൾ എഴുതിയിട്ടുണ്ടേ. മക്കളെ തന്നിരിക്കുന്നതാണ് മൂന്നാമത്തെ ചോദ്യം. നമുക്ക് കണ്ടുപിടിക്കുന്ന 21st ടേം ആണ്. സീക്വൻസ് തന്നിട്ടുണ്ട് 100, 95, 90. അപ്പോൾ ഇതാണ് നമ്മുടെ സീക്വൻസ്. അപ്പോൾ നമ്മുടെ സീക്വൻസ് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. 100 കഴിഞ്ഞാൽ അത് 95 ആകുന്നു, 95 കഴിഞ്ഞാൽ 90 ആകുന്നു. എന്ന് പറയുമ്പോൾ 100നോട് എന്താണ് മക്കളെ കൂട്ടിയത് എന്ന് ചോദിച്ചാൽ -5. 95നോട് എന്തോ കൂട്ടിയെന്ന് വെച്ചാൽ -5. എന്ന് പറയുമ്പോൾ ഈ സീക്വൻസിലെ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതു വ്യത്യാസം എന്ന് പറഞ്ഞാൽ എത്രയാ? -5. ഇവിടെ കൂട്ടി പോകുന്ന സംഖ്യ -5. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 21st ടേം. നോക്കണം, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 21ാമത്തെ പദമാണ് കണ്ടുപിടിക്കേണ്ടത്. 21st ടേം കണ്ടുപിടിക്കാൻ നിങ്ങൾക്കറിയാം അവസാനം നിൽക്കുന്ന ഈ 90 എന്ന് പറഞ്ഞാൽ എത്രാമത്തെ? 90 എന്ന് പറയുന്ന തേർഡ് ടേം ആണ്. എത്രാമത്തെ? തേർഡ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്രാമത്തെ? 21st. അപ്പോൾ 3ഉം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 21st. അപ്പോൾ ഇവർ തമ്മിൽ എത്ര ഗ്യാപ്പ്? 18 ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ എഴുതണം അവസാനത്തെ സംഖ്യ 90. അപ്പോൾ 90നോട് കൂട്ടണം അല്ലേ? 90നോട്
കൂട്ടിയല്ലേ എഴുതുക. എന്തോ കൂട്ടി പോകുന്നത് നിങ്ങൾക്കറിയാം, -5 കൂട്ടി പോകുന്നത്. അപ്പോൾ 90നോട് കൂട്ടണം. എത്ര തവണ നോക്ക്, 3ന്ന് 21 തവണ 18 തവണ. 18 തവണ കോമൺ ഡിഫറൻസ് ഉണ്ടോ, 18 ഇൻറ്റു -5 എന്തോ കോമൺ ഡിഫറൻസ്. ഓക്കെ ആണ്. അപ്പോൾ ഇനി എന്ത് ചെയ്യണം, 90 പ്ലസ്, കണ്ടോ ഈ പ്ലസ് ഇത്, ഇനി 18ഉം 5 കൂടെ ഗുണിച്ചാൽ ഒരു -90 വരും. എന്തുകൊണ്ടാണ്, ഇവിടെ ഒരു മൈനസ് ഉണ്ടായിട്ട് ഉത്തരത്തിൽ മൈനസ് വരും. ഈ പ്ലസും മൈനസും കൂടെ എന്തായിട്ട് മാറും മക്കളെ, മൈനസ്. അപ്പോൾ 90 - 90 എന്ന് വരും. അപ്പോൾ 21ാമത്തെ പദം എന്ന് പറയുന്നത് എന്ത് വരും, 0. അപ്പോൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം, 21ാമത്തെ പദം എത്ര കിട്ടും, 0. മക്കളെ തന്നിരിക്കുന്നതാണ് 4ാമത്തെ ചോദ്യം. അപ്പോൾ ചോദ്യം ശ്രദ്ധിക്കുക. ദ 10th ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 56, 11th ടേം 51. കേട്ടല്ലോ. അപ്പോൾ അടുത്തടുത്തെയാണ്, 10ഉം 11ഉം ആണ്. അപ്പോൾ നമുക്കൊന്ന് കാണിച്ചു തരാം ഞാൻ. ഫസ്റ്റ് ടേം ഇല്ല, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം, ഫിഫ്ത്ത് ടേം, സിക്സ്ത് ടേം, 7th ടേം, 8th ടേം, 9th ടേം. 10ാമത്തെ പദം 56ഉം 11ാമത്തെ പദം 51 ആണ്. കേട്ടല്ലോ. 10ാമത്തെ പദം 56, കണ്ടോ, 10ാമത്തെ പദം 56ഉം 11ാമത്തെ പദം 51 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് മനസ്സിലായി ഇങ്ങോട്ടേക്ക് എന്തുവാ കൂട്ടിയത്, നിങ്ങൾക്കറിയാം 56 51. അപ്പോൾ ഇവിടെ കൂട്ടി പോകുന്നത് -5 ആണ്. എന്ന് പറയുമ്പോൾ ഈ സീക്വൻസിലെ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതു വ്യത്യാസം എത്രയാണെന്ന് ചോദിച്ചാൽ -5 ആണ് കൂട്ടി പോകുന്നത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ഫസ്റ്റ് ടേം. മക്കളെ ശ്രദ്ധിക്കണം, നമുക്ക് കണ്ടുപിടിക്കണം, ഞാൻ ഇങ്ങോട്ട് എഴുതാണ്, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫസ്റ്റ് ടേം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ നിങ്ങൾക്കറിയാം, ഈ 11ാമത്തെ പദം ഉണ്ട്, 10ാമത്തെ പദം ഇങ്ങോട്ടെത്താണ്, നമുക്ക് ഇവിടുത്തെ കണ്ടുപിടിക്കേണ്ടത് ഫസ്റ്റ് ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് 56 കുറയ്ക്കണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ 56 കുറയ്ക്കണം. 56 എത്രയിലേക്ക് കുറയ്ക്കണം നോക്കാം, 56 എന്ന് പറയുന്നത് 10th ടേം ആണ്. നമുക്ക് 10th ടേമിൽ നിന്ന് കണ്ടുപിടിക്കേണ്ട ഏത് ടേമാണ്, ഫസ്റ്റ് ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്ന് പറയുമ്പോൾ 10ഉം 1ഉം കൂടെ കുറയ്ക്കണം. എന്ന് പറയുമ്പോൾ 9 തവണ എന്ത് ഗുണിക്കണം, കോമൺ ഡിഫറൻസ് ആയ -5. 9 ഇൻറ്റു -5 ചെയ്യുക. അപ്പോൾ ഉത്തരം 56 മൈനസ്, നോക്ക് 9 5 കൂടെ ഗുണിച്ചാൽ 45, പക്ഷെ ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അതുകൊണ്ട് -45 എന്ന് വരും. അപ്പോൾ 56 പ്ലസ് എന്ത് വരും, 45 എന്ന് പറയുമ്പോൾ 6 5 11 ഇഷ്ടം 5 4 9 10. അപ്പോൾ 101 ആണ് എത്രാമത്തെ ടേം, ഫസ്റ്റ് ടേം എത്രയാണെന്ന് ചോദിച്ചാൽ 101 ആണ്. അപ്പോൾ ഫസ്റ്റ് ടേം എത്രയാണ്, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഫസ്റ്റ് ടേം എത്ര കിട്ടും, 101. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായി ഫസ്റ്റ് ടേം എത്ര, 101. ഇനി എന്തോ ചോദിക്കുന്നത്, റൈറ്റ് ദ ഫസ്റ്റ് 5 ടേംസ് ഓഫ് ദ സീക്വൻസ്. സീക്വൻസിലെ ആദ്യത്തെ 5 എണ്ണം എഴുതാൻ. നിങ്ങൾ പറ, ബി ചോദ്യത്തിന്റെ ആൻസർ ഇങ്ങനെ പറയാം, 101 ആണ് ആദ്യത്തെ പദം. ഈ 101നോട് എന്തോ കൂട്ടേണ്ടത് മക്കളെ, നോക്ക് എന്തോ കൂട്ടേണ്ടത്, -5 ആണ് കൂട്ടേണ്ടത്. അപ്പോൾ കുറയുകയാണ്. അപ്പം ഇങ്ങോട്ട് കുറയുമല്ലോ, നിങ്ങൾക്കറിയാം, -5 കൂട്ടിക്കഴിഞ്ഞാൽ 5 കുറച്ച് പറയണം. 5 കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും, 96. പിന്നെ 5 കുറച്ച് പറഞ്ഞാൽ 91, പിന്നെ 5 കുറച്ച് പറഞ്ഞാൽ 86, പിന്നെ 5 കുറച്ച് പറഞ്ഞാൽ 81. അപ്പം ഇങ്ങനെ പോകുന്ന സീക്വൻസ് ആണ് കേട്ടോ. അപ്പം എന്തോ കുറയ്ക്കേണ്ടത്, -5 ആണ്. അപ്പം 101നോട് -5 കുറച്ച് എന്തായാലും കുറയുകയാണ്. അപ്പോൾ 96 കിട്ടത്തുള്ളൂ. 96 5 കുറച്ചാൽ 91, 91 5 കുറച്ചാൽ 86, 86 5 കുറച്ചാൽ 81. ഓക്കെയാണ്. അപ്പോൾ ഇതാണ് ബി ചോദ്യം, ഇതിൻ്റെ ഉത്തരം.